ചെന്നൈ അറുമ്പാക്കത്ത് റോഡിലെ അഴുക്കുചാലിൽ വീണ് യുവതി മരിച്ചു. 40-കാരിയാണ് മരിച്ചത്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ മരിച്ചിരുന്നു. റഹീസ്, അങ്ങേയറ്റം സങ്കടകരമായ ദാരുണമായ മരണമാണ്. എന്താണ് ഉണ്ടായത് റഹീസ്? ഹാഷ്മി, തീർച്ചയായിട്ടും അങ്ങേയറ്റം വിഷമം ഉണ്ടാക്കുന്ന മരണമാണ്. അതിനോടൊപ്പം തന്നെ കടുത്ത ഒരു അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ആ യുവതി മരിച്ചതെന്ന് കൂടി പറയണം. 40-കാരിയാണ് മരിച്ചത്. ഇവരുടെ പേര് വിവരങ്ങൾ ലഭ്യമല്ല. ഇവർ ഈ റോഡ് സൈഡിൽ ചില കച്ചവടങ്ങളൊക്കെ നടത്തി വരുന്ന സ്ത്രീയാണ്. അപ്പോൾ അതിനോട് ചേർന്ന്, ഇത്തരത്തിൽ ഈ അഴുക്കുചാലിനോട് ചേർന്ന് ഒരു തട്ടൊക്കെ ഇട്ട് അവിടെ കച്ചവടം നടത്തുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്ന സ്ത്രീയാണ്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇവർ ഈ അഴുക്കുചാലിൽ വീഴുന്നത്. റോഡിൻ്റെ സൈഡിലായി ഈ അഴുക്കുചാലിനോട് ചേർന്നൊരു കട്ടിംഗ് ഉണ്ട്. ആ കട്ടിങ്ങിലേക്കാണ് ഇവർ വീഴുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത്, ആ കട്ടിങ് കൃത്യമായി മൂടിയിരുന്നില്ല. സാധാരണഗതിയിൽ ഈ കോൺക്രീറ്റ് സ്ലാബൊക്കെ ഇട്ടിട്ട് ആ കട്ടിങ് മൂടുകയാണ് ചെയ്യുന്നത്. അത് ഇളക്കി മാറ്റാൻ കഴിയും, പക്ഷേ പെട്ടെന്നൊന്നും ആരും അതിലേക്ക് വീഴില്ല. അത്തരത്തിലാണ് അത് ക്രമീകരിക്കുക. പക്ഷേ ഇവിടെ ഒരു തടിക്കഷ്ണം ഉപയോഗിച്ചുകൊണ്ട്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ആ സൈഡിൽ മാറ്റിയിട്ടിരിക്കുന്ന ഒരു തടിക്കഷ്ണം ഉപയോഗിച്ച് മാത്രമാണ് ഈ സ്ലാബ് അടച്ചു വെച്ചിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ചെന്നൈയിൽ നല്ല മഴയുണ്ട്. ആ മഴയ്ക്ക് ഇടയിൽ അവിടെ വെള്ളം നിറഞ്ഞു തന്നെയാണ് അഴുക്കുചാലിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇന്ന് രാവിലെയോട് കൂടി ഇവർ അതിൽ വീഴുന്നത്. അങ്ങനെ അതിലെത്തിയ ചിലരൊക്കെയും ഇത് കാണുകയും ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി ഇവരെ പുറത്തെത്തിച്ചപ്പോഴേക്കും ഇവർ മരിച്ചിരുന്നു. എന്തായാലും സമീപത്തെ ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ നടന്നു വരുമ്പോൾ സ്വാഭാവികമായി തന്നെ വീണതാകാമെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നു. ഇവരുടെ പേര് വിവരങ്ങൾ ലഭ്യമല്ല. ഇവർ തമിഴ്നാട് സ്വദേശിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് വന്നാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വ്യക്തമല്ല. ഹാഷ്മി, അഴുക്കുചാലിൽ വീണാണ് യുവതി, 40-കാരി യുവതി മരിച്ചത്. അതിന്റെ വിവരങ്ങൾ പറയുകയായിരുന്നു മുഹമ്മദ് റഹീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.